എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു ഡിസംബർ മാസം എല്ലാ റിസൾട്ടും കൂടി, അത് FIUGP 3ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെയും 5ാം സെമസ്റ്റർ ബിരുദ പരീക്ഷകളുടെയും റിസൾട്ട് വരുമെന്നുള്ളത്. ഇതിൽ ഏത് റിസൾട്ടായിരിക്കും ആദ്യം വരിക? വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തീർച്ചയായും കൂടി ചെയ്തുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിൽ തന്നെ നടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഞാൻ നേരത്തെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഡിസംബർ മാസം എന്ന് പറയുന്നത് ഒരു റിസൾട്ടുകളുടെ മാസം തന്നെയാണെന്നുള്ളത്. റിസൾട്ട് മാസം, ഡിസംബർ മാസം റിസൾട്ട് മാസമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ഡിസംബർ 9 തീയതി തൊട്ട് ഇലക്ഷൻ വരികയാണ്. അതിനുശേഷം ക്രിസ്മസ് അവധി, മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അവധി വരികയാണ്. അതുകൊണ്ട് തന്നെ അതിന് മുമ്പ് തന്നെ FIUGP 3ാം സെമസ്റ്റർ ബിരുദ പരീക്ഷകളും അതുപോലെ തന്നെ ബിരുദ പരീക്ഷയുടെ റിസൾട്ടും അതുപോലെ തന്നെ 5ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ടും വരുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ പല വിദ്യാർത്ഥികളും തുടർച്ചയായി നമ്മളോട് കമൻറ്റ് ചോദിക്കുന്ന സംശയമാണ്, ഇതിലേത് റിസൾട്ടായിരിക്കും ആദ്യം വരിക, ഏത് റിസൾട്ടായിരിക്കും നമുക്ക് ആദ്യം എക്സ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത്. മോസ്റ്റ് പ്രോബബ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഏത് റിസൾട്ടും ആദ്യം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ ഒക്ടോബർ മാസം അവസാനത്തിലാണ്, ഒക്ടോബർ മാസം 30-നാണ് 5ാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ തുടങ്ങിയത്. നവംബർ മാസം 3-ാം തീയതി മുതൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, FIUGP 3ാം സെമസ്റ്റർ ബിരുദ പരീക്ഷകളും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് പരീക്ഷകളും വ്യത്യാസമുണ്ട്. കാരണം 5ാം സെമസ്റ്റർ പരീക്ഷകളെന്ന് പറയുന്നത് 3 വർഷ ഡിഗ്രി വിദ്യാർത്ഥികളുടെയാണ്. എന്നാൽ FIUGP 3ാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ എന്ന് പറയുന്നത് 4 വർഷ ബിരുദ വിദ്യാർത്ഥികളുടെയാണ്. രണ്ട് പരീക്ഷകളും ഡിഫറൻ്റ് ഉണ്ട്. എന്നാൽ പോലും പ്രിയ വിദ്യാർത്ഥികളോട് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ FIUGP 3ാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ കഴിഞ്ഞു, അതിൻ്റെ വാല്യുവേഷനും കഴിഞ്ഞു, മാർക്ക് അപ്ലോഡ് ചെയ്യുന്ന പ്രൊസീജിയറും കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് 5ാം സെമസ്റ്റർ ബിരുദ പരീക്ഷകളും. പരീക്ഷയും കഴിഞ്ഞു, അതിൻ്റെ വാല്യുവേഷൻ പ്രൊസീജിയേഴ്സും കഴിഞ്ഞു, മാർക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ട പ്രൊസീജിയറും കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഈ FIUGP 3ാം സെമസ്റ്റർ ബിരുദ പരീക്ഷകളും അതുപോലെ തന്നെ 5ാം സെമസ്റ്റർ ബിരുദ പരീക്ഷകളുടെയും റിസൾട്ട് പ്രസിദ്ധീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടപടിക്രമങ്ങളും പൂർത്തിയായി. ഇനി റിസൾട്ട് പുറത്തു വിട്ടാൽ മതി എന്നുള്ള ഒറ്റ പ്രൊസീജിയേഴ്സ് മാത്രമേ കാലിക്കറ്റ് സർവകലാശാലയുടെ കീഴിൽ ഉള്ളൂ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ളൂ. അത് ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ആഴ്ച തന്നെ നമ്മൾ ഈ FIUGP 3ാം സെമസ്റ്റർ ബിരുദ പരീക്ഷാ ഫലവും അതുപോലെ തന്നെ 5ാം സെമസ്റ്റർ ബിരുദ പരീക്ഷാ ഫലവും ഈ ആഴ്ച തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും ഏത് റിസൾട്ടാണ് ആദ്യം വരിക എന്നുള്ളത് തുടർച്ചയായിട്ട് ഇപ്പോൾ ഏത് റിസൾട്ടാണ് ആദ്യം വരിക എന്ന് ചോദിച്ചു കഴിയുമ്പോൾ നമുക്കത് കൃത്യമായി പറയാൻ സാധിക്കില്ല. കാരണം രണ്ട് പരീക്ഷകളുടെയും വാല്യുവേഷനും മാർക്ക് അപ്ലോഡ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സും എല്ലാം കഴിഞ്ഞു. രണ്ട് പരീക്ഷകളുടെയും റിസൾട്ടിന് വന്നാൽ മാത്രം മതി. FIUGP 3ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ 5ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും, രണ്ട് പരീക്ഷകളുടെയും റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി. ഇനി റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ മാത്രം മതി. രണ്ട് പരീക്ഷകളുടെയും അണ്ടർ പ്രോസസ്സിംഗ് ആണ് റിസൾട്ട്. അപ്പോൾ ഏത് റിസൾട്ട് ആദ്യം വരും എന്ന് ചോദിക്കുകയാണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെയാണ് പറയേണ്ടത്. തീർച്ചയായും ഈ ആഴ്ച തന്നെ, ഈ ഉറപ്പ് ഞാൻ പറയുന്നു, ഒന്നെങ്കിൽ FIUGP 3ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് അല്ലെങ്കിൽ 5ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് ഈ ആഴ്ച തന്നെ ഉണ്ടാകും എന്നുള്ളതിന് ഉറപ്പ് തന്നെയാണ്. കാരണം ഇലക്ഷൻ ഇപ്പോൾ 9-10 തീയതികളിലൊക്കെ ഇലക്ഷൻ വരികയാണ്. പിന്നെ അത് കഴിഞ്ഞ് ക്രിസ്മസ് അവധി മറ്റു കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അതിന് മുമ്പ് തന്നെ, ഇപ്പം മോസ്റ്റ് പ്രോബബിൾ പറഞ്ഞാൽ ഇലക്ഷനൊക്കെ മുമ്പ് തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കും. കാരണം ഇലക്ഷൻ ഉദ്യോഗസ്ഥരും മറ്റു കാര്യങ്ങളൊക്കെ തിരക്കിലൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് മുമ്പ് തന്നെ പ്രസിദ്ധീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന അറിയിപ്പും. അപ്പോൾ ഈ ഒന്നെങ്കിൽ രണ്ട് പരീക്ഷകളുടെ റിസൾട്ടും, FIUGP 3ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ 5ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ റിസൾട്ട്, രണ്ട് റിസൾട്ടും ഈ ആഴ്ച തന്നെ ഉണ്ടാകും. അല്ലെങ്കിൽ ഈ രണ്ട് പരീക്ഷകളിൽ ഏതെങ്കിലും ഒരു പരീക്ഷയുടെ റിസൾട്ട് ഉറപ്പായിട്ടും ഈ ആഴ്ച ഉണ്ടാകുമെന്നുള്ളത് ഗ്യാരണ്ടിയാണ്. അപ്പോൾ പുതിയ കാണുന്നവരെ മൈ നെയിം ഈസ് കറിയ. ഏതെങ്കിലും തരത്തിലുള്ള പുതിയ അപ്ഡേറ്റുകൾ വരുവാണെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും. അപ്പോൾ പുതിയ കാണുന്നവരെ മൈ നെയിം ഈസ് കറിയ, ഫൗണ്ടർ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.